പ്രിയമുള്ളവരെ, അയോധ്യ എന്നത് ഇന്ത്യയിലെ ഹൈന്ദവ ഭൂരിപക്ഷത്തിൻ്റെ ആരാധ്യ പുരുഷനായ ശ്രീരാമൻ്റെ ജന്മസ്ഥലമാണ്. പക്ഷേ BJP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് അവരെ അധികാരത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ ഒരു സ്ഥലം കൂടിയാണ് അയോധ്യ. നമുക്കറിയാവുന്നതുപോലെ കേവലം 2 സീറ്റ് മാത്രമുണ്ടായിരുന്ന BJP ഈ അയോധ്യയിലെ വിവാദവുമായി ബന്ധപ്പെട്ട് ശ്രീരാമ ജന്മഭൂമി ബാബറി മസ്ജിദ് വിവാദവുമായി ബന്ധപ്പെട്ട് നടത്തിയ രഥയാത്രകളും പ്രക്ഷോഭങ്ങളുമാണ് അവരെ അധികാരത്തിലേക്ക് എത്തിച്ചത്. അതിനു മുമ്പ് BJPക്ക് ലോക്സഭയിൽ ആകെ 2 സീറ്റുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷം അദ്വാനി നടത്തിയ വലിയ രീതിയിലുള്ള രഥയാത്ര, അത് കടന്നുപോയ സ്ഥലങ്ങളിലൊക്കെ ആയിരക്കണക്കിന് നിരപരാധികൾ ജീവൻ നഷ്ടപ്പെട്ട് പിടഞ്ഞു വീണ് മരിച്ചു. അതിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒക്കെ ഉണ്ട്. രാജ്യത്താകമാനം കലാപങ്ങൾ മാത്രമാണ് ആ രഥയാത്ര വിതച്ചിട്ടുള്ളത്. അങ്ങനെ BJP അതിൻ്റെ ഒരു രക്തത്തിൽ ചവിട്ടി വളർന്നു വന്ന ഒരു പ്രസ്ഥാനം ആണ് എന്ന് പറയാം. അതിനുശേഷം ബാബറി മസ്ജിദ് പൊളിക്കുന്നതിന് വേണ്ടി കർസേവകർ ഒത്തുകൂടി. അതിനിടയിൽ പിടഞ്ഞു വീണ് മരിച്ച കർസേവകർ, തിരക്കിലും തിക്കിലും പെട്ട് മരിച്ച കർസേവകർ, അവരെയൊക്കെയും നമുക്ക് ഈ സന്ദർഭത്തിൽ ഓർക്കാവുന്നതാണ്. എന്തായാലും ഇപ്പോൾ ആ രാമജന്മഭൂമി പ്രശ്നം അത് തന്നെ BJPയുടെ രാഷ്ട്രീയ തിരിച്ചടിക്കുള്ള കാരണമാകാം എന്ന ഒരു നിഗമനം മാധ്യമങ്ങൾ നടത്തുന്നുണ്ട്. നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുമ്പോൾ, ഈ ശ്രീരാമ ജന്മഭൂമി ബാബറി മസ്ജിദ് പ്രശ്നവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുമ്പോൾ എടുത്തു പറയേണ്ട ഒരു പേരാണ് LK അദ്വാനി. ഒരുപക്ഷെ അദ്ദേഹം ഈ രഥയാത്രകളൊക്കെ നടത്തിയത് തനിക്ക് ഇതിൻ്റെയൊക്കെ ഫലമായി പ്രധാനമന്ത്രിയാകാം എന്നൊരു വ്യാമോഹം കൂടി വെച്ചിട്ടായിരിക്കാം. പക്ഷേ ആ രഥയാത്രകളിലൂടെയൊക്കെ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഉയർച്ചകളിലേക്ക് എത്തിയെങ്കിൽ പോലും ഒരിക്കലും LK അദ്വാനിക്ക് പ്രധാനമന്ത്രിയാകുവാൻ കഴിഞ്ഞില്ല. കാരണം അദ്ദേഹം പാർട്ടിയെ നയിച്ച 2004ലെയും 2009ലെയും ഇലക്ഷനിൽ BJP ദാരുണമായി പരാജയപ്പെട്ടു. 2 പ്രാവശ്യവും മൻമോഹൻ സിംഗ് കേന്ദ്രത്തിൽ അധികാരത്തിലെത്തി. അതോടുകൂടി ഇനി ഇലക്ഷനിൽ LK അദ്വാനിയെ മുൻനിർത്തി മത്സരിക്കേണ്ട എന്ന് BJP തീരുമാനിച്ചു. നരേന്ദ്രമോദി എന്ന് പറയുന്ന പുതിയൊരു നേതാവിനെ BJP തലവനായി അവരോധിച്ചു. അതിനുശേഷം LK അദ്വാനി BJPയിൽ അവഹേളിക്കപ്പെട്ടു. അദ്ദേഹം ഒരു MP പോലുമല്ലാതെ ആയിത്തീർന്നു. ഇപ്പോൾ അദ്ദേഹം രാഷ്ട്രീയമായി വിസ്മൃതിയിലായി. എന്തായാലും വലിയ രീതിയിൽ ഈ അധികാരമോഹം ഉൾക്കൊണ്ടുകൊണ്ട് ഈ രഥയാത്ര നടത്തിയ LK അദ്വാനി അതിനുശേഷം രാഷ്ട്രീയമായി വിസ്മരിക്കപ്പെടുന്ന ഒരു യാഥാർത്ഥ്യം കൂടി നമ്മൾ ഈ അവസരത്തിൽ ചർച്ച ചെയ്യേണ്ടതുണ്ട്. എന്തായാലും ഇപ്പോൾ ഞാൻ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന്, കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് രാമജന്മഭൂമിയുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള മന്ദിരം, അതായത് നരേന്ദ്രമോദി നേരിട്ട് പ്രതിഷ്ഠാകർമ്മം നിർവഹിച്ച ആ രാമക്ഷേത്രത്തിൽ വലിയ രീതിയിലുള്ള കൊള്ള നടന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ പ്രധാനമായി മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. അവിടെ ഉണ്ടായിരുന്ന 100 കണക്കിന് ടൺ വെള്ളിയും അതുപോലെ സ്വർണവുമൊക്കെ മാറ്റപ്പെട്ടു. ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളുടെ വീടുകളിലേക്ക് എന്ന വാർത്ത കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്. പ്രത്യേകിച്ചും ഈ ജുവലറികളുടെ സംഘടനകളൊക്കെ നൽകിയ വലിയ തോതിലുള്ള സ്വർണ്ണ വെള്ളിക്കട്ടികൾ മാറ്റപ്പെട്ടു എന്ന വാർത്തകൾ ചർച്ച ചെയ്യുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് ഇത് സംഘപരിവാരത്തിൻ്റെ നേരിട്ട് നിയന്ത്രണത്തിലുള്ള ഒരു ക്ഷേത്രമാണ്. പ്രധാനമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് നിയന്ത്രിക്കുന്ന ഒരു ക്ഷേത്രമാണ്. ഇപ്പോൾ ഇതിൽ കുറ്റാരോപിതരായിരിക്കുന്ന പ്രധാനപ്പെട്ട ആളുകളൊക്കെയും വിശ്വഹിന്ദു പരിഷത്തിൻ്റെ അടുത്ത ആളുകളാണ്. ഈ ശ്രീരാമക്ഷേത്രത്തിൻ്റെ ജനറൽ സെക്രട്ടറി എന്ന് പറയുന്നത് വിശ്വഹിന്ദു പരിഷത്തിൻ്റെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് കൂടിയായ ചമ്പത് റായിയാണ്. ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിരിക്കുന്ന ചമ്പത് റായിയുടെ ഡ്രൈവറെയാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് 51 കോടി രൂപയാണ് പോലീസ് കണ്ടെത്തിയെന്ന് പറയുന്നു. 51 കോടി രൂപ ചമ്പത് റായുടെ വെറും ഡ്രൈവറുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തുമ്പോൾ അതിൻ്റെ പിന്നിലൊക്കെ ആര് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണ്. കാരണം ഈ ഇത്തരം കൊള്ളയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാവുന്നതൊക്കെ മിക്കപ്പോഴും ഡ്രൈവർമാരും കുക്കന്മാരും തോട്ടക്കാരും ഒക്കെ ആയിരിക്കും. അപ്പോൾ നമുക്കതിൻ്റെ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാം ആരാണ് ഇതിനൊക്കെ പിന്നിലെന്ന്. എന്തായാലും ഇപ്പോൾ ഡ്രൈവർ പറയുന്നത്, ഈ ചമ്പത് റായുടെ ഡ്രൈവർ പറയുന്നത് ഈ 51 കോടി രൂപ താൻ ഉണ്ടാക്കിയത് ഓട്ടോ ഓടിച്ചെന്നാണ്. എത്ര വർഷം ഓട്ടോ ഓടിച്ചാൽ 51 കോടി രൂപ ഉണ്ടാക്കുവാൻ കഴിയും എന്നത് വലിയ ചോദ്യമാണ്. എന്തായാലും ഫ്ലൈറ്റ് ഓടിച്ചാൽ പോലും ഇത്രയും പൈസ ഉണ്ടാക്കാൻ കഴിയില്ല. പക്ഷേ ഉത്തരേന്ത്യയിലെ സംഖ്യകളൊക്കെ ഇത് വിഴുങ്ങും എന്നതാണ് യാഥാർത്ഥ്യം. എന്തായാലും പച്ചയായ കൊള്ള ശ്രീരാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട് എന്നത് തന്നെയാണ് ഇപ്പോൾ കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളിലൊന്ന്. അതിൽ സംഘപരിവാര പശ്ചാത്തലമുള്ള ഈ സമ്പത് റായ് എന്ന് പറയുന്നത് വിശ്വഹിന്ദു പരിഷത്തിൻ്റെ അഖിലേന്ത്യാ വൈസ് പ്രസിഡൻ്റാണ്. അങ്ങനെ ഒരുപാട് ആളുകൾ ഇതിൽ കുറ്റാരോപിതരായിരിക്കുന്നു എന്ന വാർത്ത പുറത്തു വരികയാണ്. ഏറ്റവും പ്രധാനമായും ഈ വാർത്ത ആദ്യമായി പുറത്തു കൊണ്ടുവരുന്നത് സംഘപരിവാർ പശ്ചാത്തലമുള്ള ഒരു ക്ഷേത്ര ജീവനക്കാരനാണ്. അത് പിന്നീട് അഖിലേഷ് യാദവ് ഏറ്റെടുക്കുകയായിരുന്നു, SP-യുടെ നേതാവ്. ഇപ്പോൾ ഇന്നലെയും മെനഞ്ഞാന്നുമൊക്കെ ആയി കിട്ടുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് കോൺഗ്രസിൻ്റെ UP-യിലെ അധ്യക്ഷൻ PCC അധ്യക്ഷൻ അജയ് റായ് ഇതുമായി ബന്ധപ്പെട്ട് അയോധ്യ സന്ദർശിക്കുന്നതിനായി അവിടെ എത്തി. പക്ഷേ അദ്ദേഹത്തെ ഹോട്ടലിൽ നിന്ന് പുറത്തു കിടക്കുവാൻ UP സർക്കാർ അനുവദിക്കുന്നില്ല എന്നതാണ്. എന്തായാലും എന്തിൻ്റെ പേരിലാണോ BJP അധികാരത്തിലെത്തിയത്, അയോധ്യ എന്ന് പറയുന്ന ഒരു പ്രക്ഷോഭം നടത്തിയാണ് BJP കേന്ദ്രത്തിൽ അധികാരത്തിലെത്തിയെങ്കിൽ ആ അയോധ്യയിൽ തന്നെ BJP തകരുന്ന
ഒരു സംവിധാനം ഉണ്ടായിട്ടുണ്ട് എന്ന രാഷ്ട്രീയ വിശകലന മാധ്യമങ്ങൾ നിറഞ്ഞു നിൽക്കുന്നു എന്നാണ് ഏറ്റവും പരമപ്രധാനമായ ഒരു യാഥാർത്ഥ്യം. എന്തായാലും കോൺഗ്രസ് ഇതുമായി ബന്ധപ്പെട്ട് രാജ്യവ്യാപകമായി വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകും എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. പക്ഷേ ഇന്നലെയും മെനഞ്ഞാന്നുമൊക്കെ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യം, രാഹുൽ ഗാന്ധി ഇതിൽ കൂടുതൽ ഇനിഷ്യേറ്റീവ് എടുക്കുന്നില്ല, അദ്ദേഹം ഇക്കാര്യങ്ങൾ കൂടുതൽ ചർച്ച ചെയ്യുന്നില്ല എന്നാണ്. പ്രധാനമായും രാമൻ എന്ന് പറയുന്നത് ഉത്തരേന്ത്യയിൽ വലിയൊരു വികാരമാണ്. അതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ളൊരു കൊള്ള നടന്നിട്ടുണ്ട് എന്ന് ജനങ്ങളെ ബോധവത്കരിക്കുവാൻ കഴിഞ്ഞാൽ അത് BJPക്കെതിരെയുള്ള വലിയ തിരിച്ചടിയാകും. പ്രത്യേകിച്ച് UPയിൽ മാസങ്ങൾക്കകം തിരഞ്ഞെടുപ്പ് നടക്കുവാനിരിക്കുകയാണ്. സമാജ്വാദി പാർട്ടിക്കും കോൺഗ്രസിനും വളരെ കണ്ണിങ് ആയിട്ട് ഈ പ്രശ്നം ഉപകരിക്കും. പ്രത്യേകിച്ചും കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ 2024 ലോക്സഭാ ഇലക്ഷൻ വളരെ അപ്രതീക്ഷിതമായ നേട്ടം SP കോൺഗ്രസ് സഖ്യം UPയിൽ ഉണ്ടാക്കിയതാണ്. UPയിൽ കോൺഗ്രസും SP ഉണ്ടാക്കിയ സഖ്യത്തിൻ്റെ ബലത്തിലാണ് BJP അവരുടെ നേട്ടത്തിൽ നിന്ന് പിന്നോട്ട് പോയത്. അല്ലെങ്കിൽ BJP ഒരുപക്ഷെ 400-ലധികം സീറ്റുകൾ നേടുമായിരുന്നു. ആകെയുള്ള 80 സീറ്റുകളിൽ 43 സീറ്റുകളും SP നേടി. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ കോൺഗ്രസും 8 സീറ്റുകൾ നേടിയിട്ടുണ്ട്. അതുപോലെ കോൺഗ്രസിൻ്റെ PCC അധ്യക്ഷൻ അജയ് റായ്ക്ക് വോട്ടെണ്ണി മണിക്കൂറുകളോളം നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രിയെ തനിക്ക് പിന്നിലാക്കുവാൻ കഴിഞ്ഞു. അത്രത്തോളം വലിയ നേട്ടങ്ങൾ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ SPയും കോൺഗ്രസും അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അയോധ്യ പ്രശ്നം, അയോധ്യയിലെ ശ്രീരാമക്ഷേത്രം, അതിൽ നടന്ന സ്വർണം വെള്ളി കൊള്ള, അതൊക്കെ വരുന്ന തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി UPയിൽ BJPക്ക് ഉണ്ടാക്കും എന്ന രാഷ്ട്രീയ നിഗമനം നടത്തപ്പെടുന്നുണ്ട്. ഒരുപക്ഷെ BJP എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ UPയിലെ തളർച്ച, അല്ലെങ്കിൽ അവർ അധികാരം നഷ്ടപ്പെടുന്നത്, അത് നരേന്ദ്രമോദി സർക്കാരിന് വലിയ രീതിയിലുള്ളൊരു തിരിച്ചടിയാകും. അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ഓരോ സംസ്ഥാനങ്ങളും BJPയെ പിറകോട്ട് പോകുന്നതിന് കാരണമായേക്കാവുന്ന ഒരു സ്ഥിതിവിശേഷത്തിൽ എത്തിച്ചേക്കാമെന്ന രാഷ്ട്രീയ നിഗമനം പ്രധാനമായും ഉത്തരേന്ത്യയിലെ രാഷ്ട്രീയ നിരൂപകർ നടത്തുന്നുണ്ട്. പക്ഷേ BJP അതിനെ പ്രതിരോധിക്കുവാനുള്ള സംവിധാനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. SITയെ നിയമിച്ചു കഴിഞ്ഞു യോഗി ആദിത്യനാഥ്. കുറച്ച് പേരെയൊക്കെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അതിൽ അറസ്റ്റ് ചെയ്തതിൽ 8 പേരും സംഘപരിവാര പശ്ചാത്തലമുള്ള ആളുകളാണ് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് വിശ്വഹിന്ദു പരിഷത്തിൻ്റെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് ചമ്പത് റായുടെ ഡ്രൈവർ. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നാണ് 51 കോടി രൂപ പിടിച്ചു എന്ന് പറയുന്നത്, ക്ഷേത്രത്തിൽ നിന്നുള്ള പൈസ. പക്ഷേ അദ്ദേഹം പറയുന്നത് താൻ ഓട്ടോ ഓടിച്ചു കിട്ടിയ പൈസയാണെന്ന്. ഓട്ടോ ഓടിച്ചാൽ 51 കോടി രൂപ കിട്ടുമോ എന്നുള്ള ചോദ്യം നമ്മൾ നേരത്തെ ഉന്നയിച്ചതാണ്. എന്തായാലും അയോധ്യയിലെ രാമക്ഷേത്രത്തിലിട്ട് തന്നെ BJP രാജ്യത്ത് അവർ അധികാരത്തിൽ നിന്ന് പുറത്തു പോകുവാനുള്ള ഒരു സമയമായിരിക്കുന്നു എന്ന ഒരു യാഥാർത്ഥ്യം ചർച്ച ചെയ്യപ്പെടുന്നു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്തായാലും കോൺഗ്രസ് കുറച്ചുകൂടി ക്രിയാത്മകമായി ഈ പ്രക്ഷോഭങ്ങളുമായി മുന്നോട്ട് പോകണം എന്നതാണ് പ്രതിപക്ഷ കക്ഷികൾ, മറ്റുള്ള കക്ഷികളൊക്കെ ആവശ്യപ്പെടുന്നത്. പക്ഷേ രാഹുൽ ഗാന്ധി ഇതിൽ ഉചിതമായ രീതിയിൽ പ്രതികരിച്ച് കണ്ടിട്ടില്ല എന്നതും പ്രത്യേകതയാണ്. പക്ഷേ അജയ് റായ് UP PCC അധ്യക്ഷൻ ഇതുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. അദ്ദേഹം അയോധ്യയിലുണ്ട്. പക്ഷേ അയോധ്യ സന്ദർശിക്കുന്നതിന് UP പോലീസ് അദ്ദേഹത്തെ അനുവദിക്കുന്നില്ല എന്ന റിപ്പോർട്ടുകളാണ് പ്രധാനമായും പുറത്തു വരുന്നത്. തൽക്കാലം ഈ വീഡിയോ വാങ്ങുന്നു. മറ്റു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.